നടി മേനക സുരേഷിന്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും രണ്ടാമത്തെ മകളായ കീർത്തി സുരേഷിന് സിനിമാ മോഹം വന്നപ്പോൾ ആദ്യം അച്ഛൻ എതിർത്തു. സിനിമയ്ക്കുള്ളിലെത്തപ്പെട്ടാൽ കേൾക്കേണ്ട പലതുമുണ്ടാവും, അത് നേരിടാൻ നിനക്ക് കഴിയില്ല എന്ന കാരണത്താലാണ് അച്ഛൻ തന്നെ തടുത്തത് എന്ന് കീർത്തി സുരേഷ് പല ആവർത്തി പറഞ്ഞിരുന്നു. ചേച്ചിയുടെ പിന്തുണയോടെയാണ് സിനിമയിലേക്ക് വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സിനിമയിൽ വന്ന കാലം മുതൽ പലതരത്തിലുള്ള വാർത്തകളും ഗോസിപ്പുകളും എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം ഇപ്പോൾ കീർത്തി സുരേഷ് വ്യക്തമാക്കുന്നു. എസ് മ്യൂസിക് ചാനലിന് നൽകിയ പോഡ്കാസ്റ്റ് വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു നടി. ഒരുപക്ഷേ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ട്രയാൽ ചെയ്യപ്പെട്ട നടി ഞാൻ ആയിരിക്കാം. രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മളുടെ ഭാഗത്ത് തെറ്റുകൾ വന്നതുകൊണ്ട് വിമർശിക്കുന്നതാവാം, അത് ശ്രദ്ധിക്കാം, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാം. മറ്റൊന്ന്, അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളെ ഇരയാക്കുന്നതാവാം. അവരോട് ഒന്നും പറയാനില്ല, വെറുക്കുന്നവർ വെറുത്തുകൊണ്ടേയിരിക്കും. കീർത്തി സുരേഷ് പറയുന്നു, എന്തിനും ഏതിനും ഗോസിപ്പുകൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് അതിന് വിശദീകരണം നൽകേണ്ടത്? ആർക്കാണ് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? അതിന്റെ ആവശ്യമെന്താണ്? അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഒന്നിനോടും ഞാൻ പ്രതികരിക്കാത്തത്. അതിന്റെ ആവശ്യം ഇല്ല എന്ന് തോന്നി. മറ്റൊരു കാര്യം, ഞാൻ പ്രതികരിച്ചതുകൊണ്ട് ആരും വേദനിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവർ എന്നെ വേദനിപ്പിച്ചോട്ടെ, പക്ഷേ എന്നെ വാക്കുകൾ അവരെ മുറിപ്പെടുത്തരുത്. എന്റെ വിശ്വാസം സമയം കാലവും എല്ലാത്തിനും മറുപടി നൽകും എന്നാണ്. മഹാനടി എന്ന ഒരു സിനിമ സംഭവിക്കുന്നതുവരെ എന്നെക്കുറിച്ച് തുടർച്ചയായ ട്രയാലുകളും കമന്റുകളും വന്നിരുന്നു. ഒന്നിനോടും ഞാൻ പ്രതികരിച്ചില്ല. എന്നിട്ടും മഹാനടി സംഭവിച്ചതോടുകൂടെ അതെല്ലാം അവസാനിച്ചില്ലേ? അത്രയേയുള്ളൂ. മഹാനടിക്ക് ശേഷം അഭിനയത്തെ കളിയാക്കി ട്രയാലുകൾ വന്നില്ല. അതുപോലെ എല്ലാ ഗോസിപ്പുകളും കാലം മായ്ച്ചോളും. കീർത്തി പറയുന്നു, കഥയും കഥാപാത്രങ്ങളും മൊത്തം ക്രൂവും എല്ലാം നോക്കിയാണ് ഓരോ സിനിമയും തിരഞ്ഞെടുക്കുന്നത്. പരാജയപ്പെടണം എന്ന് കരുതി ഒരു സിനിമയും ചെയ്യുന്നില്ല. എന്നിട്ടും ചിലർ വന്ന് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത് എന്ന്. അതിനർത്ഥം പരാജയപ്പെടും എന്നറിഞ്ഞ് തന്നെ ഞാൻ ആ സിനിമ ചെയ്തു എന്നല്ലേ? അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ സിനിമ ചെയ്യുമ്പോഴും വ്യത്യസ്തമായത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പുതുമുഖ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാനും എനിക്ക് താൽപ്പര്യമാണ് എന്ന് കീർത്തി സുരേഷ് പറയുന്നു. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.